ഏവർക്കും സ്വാഗതം, നമസ്കാരം, വണക്കം. അല്പം കോമഡി കൂടെ ആകട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് ഈ യൂട്യൂബ് സംഗമത്തിൽ നിരന്തരം താല്പര്യത്തോടെ പങ്കെടുക്കുന്ന ഒരു സുഹൃത്ത് ഈ ഒരു പ്രതിഭാസം നമ്മുടെ പരിഗണനയിൽ കൊണ്ടുവരണം എന്ന് പറയാതെ പറഞ്ഞ് എന്നെ നിർബന്ധിച്ചത് കൊണ്ടും കൂടെയാണ് ഈ കോമഡി നിങ്ങളുമായി പങ്കിടുവാൻ ഞാൻ ഇപ്പോൾ ശ്രമിക്കുന്നത്. അതേ അർത്ഥത്തിൽ നിങ്ങൾ ഇതിൽ പങ്കെടുക്കും എന്ന പ്രത്യാശ എനിക്കുണ്ട്. വല്ലപ്പോഴുമൊക്കെ അല്പം ലാഘവത്തോടെ കാര്യങ്ങൾ പരിഗണിക്കുന്നത് ഉചിതമാണ് എന്ന ഒരു യാഥാർത്ഥ്യം ഏവർക്കും പരിചയമുള്ളതാണ്. ഞാനും അപ്രകാരം തന്നെ വിശ്വസിക്കുന്നു. ദൈവം മനുഷ്യർക്ക് കരയാൻ മാത്രമല്ല ചിരിക്കാനും കഴിവും സ്വാതന്ത്ര്യവും നൽകിയിട്ടുണ്ട്. എന്നാൽ സഹജീവികൾക്ക് മനസ്സ് തുറന്ന് ശരീരം കുലുക്കി ചിരിക്കാനുള്ള വകകൾ അറിഞ്ഞോ അറിയാതെയോ സൃഷ്ടിക്കുന്ന മഹാന്മാർ നമ്മുടെ ഇടയിലുണ്ട്. ആ മഹാന്മാരെ താങ്ങി നിർത്തുന്ന സമ്പ്രദായങ്ങളും വ്യവസ്ഥിതികളുമുണ്ട്. അതുകൊണ്ട് അവർ നൽകുന്ന സമ്പാദ്യങ്ങൾ അവഗണിക്കപ്പെട്ടു പോകാതിരിക്കത്തക്കവണ്ണം കൂടെയാണ് ഈ ഒരു വീഡിയോ വിഭാവന ചെയ്തിരിക്കുന്നത്. വീഡിയോയുടെ ആരംഭത്തിൽ തന്നെ ഞാൻ എന്തുകൊണ്ട് സാധാരണ നടക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ വ്യായാമം ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന വസ്ത്രം ഈ വീഡിയോ ചെയ്യാൻ ഉപയോഗിക്കുന്നു എന്നതിൻ്റെ ഉത്തരം നിങ്ങൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ആരും പറയാതെ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഉദിച്ചു വരും. അതുകൊണ്ട് ഇപ്പോൾ ഞാനായിട്ട് അതിനൊരു വിശദീകരണം നൽകുവാൻ തുനിയേണ്ട എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഈ വീഡിയോയുടെ ഉള്ളടക്കത്തെ എന്താണ് പറയുന്നത്, സൃഷ്ടിക്കുവാൻ പ്രചോദനമായി വളരെയധികം സഹായിച്ച ഒരു വീഡിയോ അത് കണ്ടാൽ നിങ്ങൾ ആവേശഭരിതരായ ആത്മീയതയുടെ പാരമ്യതയിലെത്തി ദൈവത്തെ സ്തുതിക്കുമെന്നതുകൊണ്ട് ഞാനത് നിങ്ങളെ ഒന്ന് കാണിച്ച് അതിനനുബന്ധമായ ചില ചിന്തകൾ മാത്രമാണ് ഇവിടെ പങ്കിടുവാൻ ഉദ്ദേശിക്കുന്നത്. ആ വീഡിയോ ദയവായി നിങ്ങൾ കാണണം. അത് ഈ അംശവസ്ത്രമാണ് ഇവിടെ അണിയുന്നത്. പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നത് പോലെ യഹോവയുടെ കൽപ്പന പ്രകാരം പൊന്ന്, ചുവപ്പ് നൂൽ, നീലനൂൽ, പഞ്ഞിനൂൽ എന്നിവയുണ്ടാക്കിയ അങ്കിയും അതിനോട് ചേർന്ന് ഇസ്രായേൽ ഗോത്രം 12ന്റെയും പേരുകൾ എഴുതിയ കല്ലുകൾ പതിച്ച മാർ പതക്കവും ഏഫേദും ചിത്രപ്പണിയുള്ള അങ്കിയും ഒക്കെ ആയിരുന്നു പുരോഹിതന്മാരുടെയും മഹാപുരോഹിതന്മാരുടെയും വേഷം. ആ വേഷമാണ് ലോകത്തിലുള്ള മലങ്കര സഭാമക്കൾ മുഴുവനും കാണുമ്പോൾ ഈ സന്ദർഭത്തിൽ ഈ അഭിമന്യ മെത്രാപ്പൊലീത്തായെ അണിയിക്കുന്നത്. മലങ്കര സഭയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു അസോസിയേഷൻ യോഗ പന്തലിൽ വെച്ച് തന്നെ മലങ്കര മെത്രാപ്പൊലീത്ത സ്ഥാനമേൽക്കുന്നതും ആ വസ്ത്രങ്ങൾ ധരിക്കുന്നതും അഭിമാനത്തിന്റെ നിമിഷമാണ്, സന്തോഷത്തിന്റെ നിമിഷമാണ്, ആനന്ദത്തിന്റെ നിമിഷമാണ് ഇത് മലങ്കര സഭയ്ക്ക്. ഇവിടെ കൂടിയിരിക്കുന്ന സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾക്ക്, വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾക്ക് ഇത് കാണുവാനുള്ള മഹാഭാഗ്യം ഉണ്ടായിരിക്കുന്നു. ദൈവത്തെ സ്തുതിക്കാം. മൂറീസും സുർപ്ലീസും ഇടക്കെട്ടും അടങ്ങിയതായ ഈ അംശവസ്ത്രം പരിശുദ്ധ ഔഗേൻ ബാവ തിരുമേനിക്ക് എത്യോപ്യൻ പാത്രിയർക്കീസ് ബാവ സമ്മാനിച്ചതാണ്. ഈ ഇപ്പോൾ ധരിക്കുന്നതായ അംശവസ്ത്രം ഔഗേൻ ബാവ തിരുമേനി വളരെ സന്തോഷത്തോടെ ഉപയോഗിച്ചു. അത് കഴിഞ്ഞിട്ട് ബസേലിയോസ് മാർത്തോമ മാത്യൂസ് പ്രഥമൻ ബാവ തിരുമേനി ഉപയോഗിച്ചു. അത് കഴിഞ്ഞ് ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ദ്വിതീയൻ ബാവ തിരുമേനി ഉപയോഗിച്ചു. അത് കഴിഞ്ഞ് പൗലോസ് ദിദിമോസ് ബാവ തിരുമേനിയും പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ തിരുമേനി ഉപയോഗിച്ചു. ഇപ്പോൾ ഇത് ഈ വന്യപിതാവിനെ അണിയിക്കുന്നു. ഇനിയും അടുത്തതായി മലങ്കര മെത്രാപ്പൊലീത്തായുടെ സ്ഥാനചിഹ്നമായ 2 മാലകളാണ് അണിയിക്കുവാനായിട്ടുള്ളത്. സഭയിലെ സീനിയർ മെത്രാപ്പൊലീത്തന്മാരായ അഭിവന്യ കുര്യാക്കോസ് മാർ ക്ലിമീസ് മെത്രാപ്പൊലീത്തായും അഭിവന്യ സക്കറിയാസ് മാർ അന്തോണിയോസ് മെത്രാപ്പൊലീത്തായും ചേർന്ന് അഭിവന്യ തിരുമേനിയെ മലങ്കര മെത്രാപ്പൊലീത്തായുടെ സ്ഥാനചിഹ്നമായ കുരിശും ദൈവമാതാവായ പരിശുദ്ധ കന്യമർത്തമറിയാമിന്റെ മുദ്രയുമുള്ള അടയാളവുമുള്ളതായ ചിത്രവും ആലേഖനം ചെയ്തിരിക്കുന്നതായ മാല അഭിവന്യ തിരുമേനിയെ ഈ സമയം അണിയിക്കുന്നു. മലങ്കര മെത്രാപ്പൊലീത്തന്മാർ ഉപയോഗിക്കുന്നതായ മലങ്കര സഭയുടെ പൂർവ്വ ബന്ധം കൽദായ സഭയുമായിട്ടായിരുന്നു. അത് കഴിഞ്ഞ് റോമൻ കത്തോലിക്ക സഭയുടെ സ്വാധീനത്തിൽ മലങ്കര സഭ വന്നു. അക്കാലം മുതൽ മാർത്തോമാ ഒന്നാമന്റെ കാലം മുതൽ ഉപയോഗിക്കുന്ന
അണിയിക്കുന്ന ഒരു തൊപ്പിയാണ് മുതലവായൻ തൊപ്പി എന്നറിയപ്പെടുന്നത്. മലങ്കര മെത്രാപ്പൊലീത്തായുടെ ഔദ്യോഗിക വേഷത്തിന്റെ ഭാഗമാണ് ഈ മുതലവായൻ തൊപ്പി. ഇപ്പോൾ ഇവിടെ അണിയിക്കുന്നതായ ആ തൊപ്പി പരിശുദ്ധ വാകത്താനം ബാവ, വള്ളിക്കാട്ട് ദേറായിൽ കബറടങ്ങിയിരിക്കുന്ന വാകത്താനം ബാവ സ്വന്തം കൈകൊണ്ട് നെയ്തുണ്ടാക്കിയതായ തൊപ്പിയാണ്. സ്വർണ്ണ കുമളകൾ പതിപ്പിച്ചതായ മലങ്കര മെത്രാപ്പൊലീത്തായുടെ മനോഹരമായ മുതലവായൻ തൊപ്പി ഇപ്പോൾ തൃശൂർ ഭദ്രാസനത്തിന്റെ അഭിവന്യ യൂഹാനോന്മാർ ബിലീത്യോസ് തിരുമേനി, അഭിവന്യ സവേറിയോസ് തിരുമേനിയുടെ ശിരസിൽ അണിയിക്കുന്നു. മാർത്തോമ ഒന്നാമൻ മുതലുള്ള മലങ്കര മെത്രാപ്പൊലീത്തന്മാർ ഈ മുടി ഉപയോഗിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് പുത്തങ്കാവിൽ കബറടങ്ങിയിരിക്കുന്ന വലിയമാർ ദിവന്നാസ്കസ് എന്നറിയപ്പെടുന്ന മാർത്തോമ ആറാമൻ മെത്രാപ്പൊലീത്ത ഉപയോഗിച്ചിരുന്ന പച്ചക്കല്ല് പതിച്ച ഒരു സ്വർണ്ണ മോതിരമുണ്ട്. മലങ്കര സഭയുടെ പൈതൃക സ്വത്താണത്. ആ മോതിരം മാത്രമല്ല, വജ്രവും സ്വർണവും പതിപ്പിച്ച വളരെയധികം മോതിരങ്ങൾ മലങ്കര സഭയ്ക്കുണ്ട്. പഴയ സെമിനാരി സ്ഥാപകനായിരുന്ന പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവന്നാസ്കസ് മെത്രാപ്പൊലീത്ത കോഴിയിൽ നിന്ന് പട്ടമേൽക്കുന്ന സന്ദർഭത്തിൽ മണക്കുളം രാജാവ് സമ്മാനിച്ച പച്ചക്കല്ല് പതിച്ച മോതിരം ഉൾപ്പെടെ മലങ്കര മെത്രാപ്പൊലീത്തന്മാരായ പുണ്യപിതാക്കന്മാർ ഉപയോഗിച്ചിരുന്ന വിലയേറിയ പല മോതിരങ്ങളും മലങ്കര സഭയുടെ കൈവശമുണ്ട്. ഇപ്പോൾ മാർത്തോമ ആറാമൻ എന്നറിയപ്പെടുന്ന ദിവന്നാസ്യോസ് ഒന്നാമൻ ഉപയോഗിച്ച പച്ചക്കല്ല് പതിച്ച സ്വർണ്ണ മോതിരം വൈദിക ട്രസ്റ്റി അഭിവന്യ സുന്നതദോസിന്റെ ഇപ്പോഴത്തെ അധ്യക്ഷ അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന ക്ലിമീസ് തിരുമേനിയുടെ പക്കൽ ഏൽപ്പിക്കുന്നതും അദ്ദേഹം അത് മലങ്കര മെത്രാപ്പൊലീത്തായി അണിയിക്കുന്നതുമാണ്. ഇതിങ്ങനെ വളരെയധികം നീണ്ടുപോകുന്നു. നിങ്ങളുടെ ക്ഷമയെ അധികം പരീക്ഷിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് പകുതിയാകുന്നതിന് മുൻപേ നിർത്തിയത്. ഓർത്തഡോക്സ് സഭയുടെ എല്ലാമായ ആത്മീയ ഊർജത്തിൻ്റെ ഉറവിടമായ ബാവാ തിരുമേനിയെ സ്ഥാനത്തിലേക്ക് കയറ്റിയിരുത്തുവാനായിട്ട് അദ്ദേഹത്തെ സാരി ഉടുപ്പിക്കുന്ന പരിപാടിയാണ് അതിൻ്റെ ഒരു ഭാഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. ഇത് അവസാനമാകുമ്പോൾ ഇത്ര വാചാലമായി സംസാരിക്കുന്ന ജോൺ അച്ഛൻ കത്തനാർ പറയുന്നത് ഇതെല്ലാം ദൈവനാമ മഹത്വത്തിന് വേണ്ടിയാണ് ഇങ്ങനെ പൊതുവായിട്ടൊരു മനുഷ്യനെ നിർത്തി വസ്ത്രം അണിയിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ജയ് ജയ് കാത്തോലിക്കോസ് എന്ന് അദ്ദേഹം വിളിച്ചു പറയുന്നു, ആളുകൾ ഏറ്റുപാടുന്നു. അപ്പോൾ ഇത് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നതിന് നാം എന്തു ചെയ്യണം എന്നതിനെപ്പറ്റി ഏകദേശം ഒരു രൂപം നിങ്ങൾക്ക് കിട്ടിക്കാണും. എന്നാൽ ഇതിൻ്റെ ഓരോ ചില കാര്യങ്ങൾ മാത്രം എൻ്റെ മനസ്സിൽ ഉണർത്തിയ ചിന്തകൾ നിങ്ങളുമായി പങ്കിടുവാൻ നിങ്ങൾ എനിക്ക് അനുവാദം തരും എന്നതാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ ആദ്യമായിട്ട് കത്തനാർ പറയുന്നത്, ഇങ്ങനെ നമ്മുടെ ബാവാ തിരുമേനി മുണ്ടെടുക്കുന്നത്, പരസ്യമായ മുണ്ടെടുക്കുന്നത് കാണാനുള്ള മഹാഭാഗ്യം സഭയിലെ എല്ലാ മക്കൾക്കും ലഭിച്ചല്ലോ എന്നതോർത്ത് അദ്ദേഹത്തിൻ്റെ സന്തോഷം കര കവിഞ്ഞ് ഒഴുകുകയാണ്. വാസ്തവത്തിൽ ഇത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ രണ്ട് കാര്യങ്ങളാണ്, രണ്ട് ദൃശ്യങ്ങളാണ്, അല്ലെങ്കിൽ രണ്ട് സാധ്യതകളാണ് പൊന്തി വന്നത്. ഒന്ന്, കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ ഒരുക്കുന്ന ഒരു പരിപാടിയുണ്ട്, അത് സ്ത്രീകളാണ് ചെയ്യുന്നത്. പക്ഷെ അതും തമ്മിലുള്ള വ്യത്യാസം, അത് രഹസ്യമായിട്ടാണ് ചെയ്യുന്നത്. ഒരു വലിയ പന്തൽ കെട്ടി, സ്റ്റേജ് കെട്ടി, ഒരു 10,000 പേരെ വിളിച്ചു കൂട്ടി അവരുടെ മുമ്പിൽ വെച്ചല്ല വധുവിനെ വസ്ത്രം മാറി വിവാഹ വസ്ത്രത്തിലേക്ക് പ്രവേശിക്കുവാൻ സഹായിക്കും. പെണ്ണിനെ ഒരുക്കുന്നത് പരസ്യമായിട്ടല്ല, രഹസ്യമായിട്ടാണ്. അതാണ് എൻ്റെ മാന്യത. ഇദ്ദേഹത്തിന് വലിയ വേഷഭൂഷാദികൾ ഇടണമെങ്കിൽ അത് രഹസ്യമായിട്ട് ഇട്ടുകൂടെ എന്നൊരു ചോദ്യം ന്യായമാണ്. രണ്ടാമതായിട്ട് എൻ്റെ മനസ്സിൽ വരുന്ന ദൃശ്യം കഥകളിയാണ്. ഈ കഥകളിക്ക് വസ്ത്രം ഇട്ട് കഴിഞ്ഞാൽ ഒരു ചെറിയ മനുഷ്യൻ ഒരു വലിയൊരു സംഭവമായിട്ട്, ഒരു കച്ചിത്തുറുവായിട്ട് മാറുമെന്ന് നമുക്കറിയാം. ഈ പാവപ്പെട്ട ബാവാ തിരുമേനി അവരെല്ലാം കൂടെ ചേർന്ന് ഈ വസ്ത്രം അണിയിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു വിശുദ്ധ കച്ചിത്തുറുവായി രൂപാന്തരപ്പെട്ടു എന്നതാണ് എൻ്റെ മനസ്സിൽ വന്ന ചിന്ത. നിങ്ങൾ തന്നെ എങ്ങനെ കാണുന്നു എനിക്കറിയില്ല. നമുക്കിനി അദ്ദേഹം പറഞ്ഞ ഓരോ കാര്യങ്ങൾ അല്പം ഒന്ന് പരിഗണിക്കാം. ആദ്യമായിട്ട് അദ്ദേഹം പറയുന്നത്, എത്യോപ്യൻ ബാവ പാത്രിയർക്കീസ് സമ്മാനിച്ച ഹൂരീസും സർപ്ലീസും ഇടക്കെട്ടുമാണ് ഇദ്ദേഹത്തിന് ഇപ്പോൾ കൊടുക്കാം. ഹൂരീസും സർപ്ലീസും ഇടക്കെട്ടും ഇത് ആര് സമ്മാനിച്ചതാണ്? എത്യോപ്യയിലെ പാത്രിയർക്കീസ് കൊടുത്തതാണ്. ഈ അടുത്തിടെ നിങ്ങൾ കണ്ട ഒരു വീഡിയോയിൽ
ഈ ബാവ തിരുമേനി മാത്യൂസ് തൃതീയൻ ബാവ തിരുമേനി, ബെസേലിയോസ് മാത്യൂസ് തൃതീയൻ ബാവ തിരുമേനി പറഞ്ഞത്, ഞങ്ങൾക്ക് വിദേശത്ത് നിന്നൊന്നും കൊണ്ടുപോകേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നേടാനുള്ള സാഹചര്യം കഞ്ഞിക്കുഴിയിലുണ്ട്. യാക്കോബക്കാർക്ക് അങ്ങനെയല്ല. അവർക്ക് അങ്ങ് അന്ത്യോക്യയിൽ പോകണം. അന്ത്യോക്യയിൽ പോയില്ല, അതുകൊണ്ട് വേറെ എവിടെയെങ്കിലും പോകണം. ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഏറ്റവും അഭിമാനത്തോടു കൂടെ ഇരുന്ന ഹൂറീസും സപ്ലിസും കിപ്ലിസും എല്ലാം എത്യോപ്യയിൽ നിന്ന് ഒരു പാത്രിയാർക്കീസ് കൊടുത്തതാണ്. അത് ഞങ്ങൾ അഭിമാനിക്കുന്നു എന്നാണ് പറയുന്നത്. ഇപ്പം തുണിയെ സംബന്ധിച്ചിടത്തോളം സത്യസന്ധതയൊന്നും ആവശ്യമില്ല. തുണി കാണാനുള്ളതാണ്, അതിനകത്തെ കാര്യം എന്താണെന്ന് അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഇത് പോട്ടെ, സാരമില്ല. അപ്പം ഇന്ന് മാത്രമല്ല, ഇത് ഔഗേൻ ബാബ ഉപയോഗിച്ചു, അതിനുശേഷം ബെസേലിയോസ് ഒന്നാമന് ഉപയോഗിച്ചു, അതിനുശേഷം ബെസേലിയോസ് രണ്ടാമന് ഉപയോഗിച്ചു, പിന്നെ പൗലോസ് ബാബ ഉപയോഗിച്ചു. ഇങ്ങനൊരു ലിസ്റ്റ് പറയുന്നുണ്ട്. പലത്രയും ആളുകൾ പണ്ടൊക്കെ ഈ കൂട്ടുകുടുംബമൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഒരു തലമുറയിൽ കുട്ടികൾ ഉപയോഗിച്ച വസ്ത്രം അടുത്ത തലമുറയുള്ള കുട്ടികൾക്കും, പിന്നെ നല്ല തുണിയാണെങ്കിൽ അതിൻ്റെ തലമുറ ഉള്ള കുട്ടികൾക്കും കൊടുക്കുവാൻ ഹാൻഡ് മെയ്ഡ് ഡൗൺസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പരിപാടിയാണ്. അന്ന് പല ബാബാമാരും ഉപയോഗിച്ച വസ്ത്രമാണ് ഇപ്പോഴും അദ്ദേഹത്തിന് പുതുതായിട്ട് മുണ്ടും ഷർട്ടും വാങ്ങിക്കാൻ പൈസ ഇല്ലാത്തത് കൊണ്ട് എത്യോപ്യയിലെ പാത്രിയാർക്കീസ് കൊടുത്ത അനേക മുൻഗാമികൾ ധരിച്ച വസ്ത്രമാണ് ഇപ്പോൾ ഇദ്ദേഹം ഇടാൻ പോകുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അതും ദൈവനാമ മഹത്വത്തിന് വേണ്ടിയാണ് എന്ന് നിങ്ങൾ ഓർക്കണം. പിന്നെ അദ്ദേഹം പറയുന്നത്, ഇദ്ദേഹത്തിന് ഇപ്പോൾ 2 മാലകൾ. സാധാരണ സ്ത്രീകൾ ഒരു മാലയാണ് ഇടുന്നത്, അതും ഇച്ചിരി മര്യാദയുള്ള സൈസുള്ള മാലകളാണ്. ഇത് 2 മണ്ടൻ മാലകൾ. അത് അധികാരത്തിൻ്റെ ചിഹ്നമാണ്. ഒരു വ്യക്തിക്ക് ആത്മീയമായ അധികാരമുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെയാണ് തീരുമാനം? ഇപ്പം എനിക്കിപ്പോൾ ആത്മീയമായ അധികാരമുണ്ട്, കാരണം എനിക്ക് മാലയില്ല. പിന്നെ എങ്ങനെ എനിക്ക് അധികാരം വരും? മാലയിട്ടാൽ അധികാരമാണോ വരുന്നത്, ധിക്കാരമാണോ വരുന്നത്, നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു മാല പോലെ 2 മാലകൾ. അതിൽ പിന്നൊരു ഗുണമുള്ളത്, അതിൽ ഒരു മാലയിൽ പരിശുദ്ധ മാതാവിൻ്റെ പടമുണ്ട്. പിന്നെ എന്ത് വേണം? ഈ പരിശുദ്ധാത്മാവിനെ കൊണ്ടാണല്ലോ യോസേപ്പച്ചനങ്ങ് ആലപ്പുഴ കൃപാസനത്തിൽ കോടികൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഒരു വാങ്ങലാണിത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കഴുത്തിലിടാൻ പോകുന്ന ഈ ചിത്രം നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും. ഇതിനൊക്കെ വലിയ കോമഡി. ഒരു പുരുഷൻ മാറ് നിറച്ച് മാല ഇങ്ങനെ ഇട്ട് ഒന്നിൽ ഒരു പടവും വെച്ച് ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടാൽ സാമാന്യ ബുദ്ധിയുള്ളവർ ചിരിച്ച് മണ്ണ് കപ്പും. അപ്പോട്ടെ, സാരമില്ല. അപ്പോൾ പരിശുദ്ധ മാതാവിനെ കൂടെ അവിടെ അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ട് എന്നത് നല്ല കാര്യമാണ്. പിന്നെ അദ്ദേഹം പറയുന്ന എനിക്ക് ഏറ്റവും രസമായിട്ട് തോന്നിയത്, ഇദ്ദേഹത്തിനെ അണിയിക്കുന്ന തൊപ്പി മുതലവായൻ തൊപ്പി എന്നാണ് പറയുന്നത്. മുതല നമുക്കറിയാം, ക്രോക്കഡൈൽ, മുതലയുടെ പോലെയുള്ള തൊപ്പിയാണ്, എന്നാലേ ഏക്കത്തുള്ളൂ. അപ്പോൾ മുതലവായൻ തൊപ്പി അതിനകത്തൊരു പ്രത്യേകതയുള്ളത്, പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കണം. പരിശുദ്ധ വാഗത്താനം ബാവ സ്വന്തം കൈകൊണ്ട് നെയ്ത തൊപ്പിയാണ്. അതുകൊണ്ടാണ് മുതലയുടെ വായു പോലെ ആയിപ്പോയതെന്ന് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇത് മാത്രവുമല്ല, ഇത് സാധാരണ തൊപ്പിയല്ല, സാധാരണ തുണി കൊണ്ട് മാത്രം നെയ്ത തൊപ്പിയല്ല. ഇതിനകത്ത് സ്വർണ്ണ കുമിളുകൾ പതിച്ചിരിക്കുന്നു. അതെല്ലാം ദൈവനാമം മഹത്വപ്പെടണമെങ്കിൽ തൊപ്പിയിൽ പോലും സ്വർണം ഉണ്ടായിരിക്കണം എന്നതാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. തന്നെയുമല്ല, പരിശുദ്ധ വാഗത്താനം ബാവയ്ക്ക് ബാവ നല്ല തയ്യൽക്കാരനായിരുന്നു. യേശു ആട്ടിടയനായിരുന്നു. അത് ഈ കാലത്ത് വില പോകത്തില്ല, കാരണം ഇവിടെ ആടും മാടും ഒന്നുമില്ല. പിന്നെ തയ്യൽക്കാരാണ്. ഇപ്പം തയ്യൽക്കാർക്ക് നല്ല പിടിയാണ്. ഒരു ഷർട്ട് തയ്ക്കണമെങ്കിൽ 500 രൂപ കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ആട്ടിടയനെ വിളിച്ചത് തയ്യൽക്കാരനെ നമുക്ക് പിടിക്കാം എന്നൊരു സൂചന ഇതിനകത്തുണ്ട്. അപ്പം നിങ്ങളെ പ്രത്യേകിച്ച് എരിവുകാരായ ഓർത്തഡോക്സുകാർ ചെയ്യേണ്ടത്, നിങ്ങളെല്ലാവരും ഇന്ന് മുതൽ ഓരോ മുതൽ വായൻ തൊപ്പിയും കൊണ്ട് വെച്ച് നടക്കണം. ഇപ്പോൾ കോൺഗ്രസ്സുകാർ ഗാന്ധി തൊപ്പി കൊണ്ട് നടക്കുന്നത് പോലെ നിങ്ങൾ യഥാർത്ഥത്തിൽ അസൽ ഓർത്തഡോക്സുകാരാണെങ്കിൽ ഈ മുതലവായൻ തൊപ്പി, അതായത് പരിശുദ്ധ വാഗത്താനം ബാവ ഉണ്ടാക്കിയ സ്വർണം പതിച്ച ഈ തൊപ്പിയുടെ, മുതലവായ തൊപ്പിയുടെ ഓരോ പതിപ്പ്, അത് ഒരെണ്ണത്തിന് ഒരു 10,000 രൂപ അല്ലെ 50,000 രൂപ
കൊടുത്ത് വാങ്ങിച്ചു വെച്ചാൽ അത് മുതലാണ്. അതിൻ്റെതായ ഒരു ഗമയുണ്ട്. നിങ്ങളെ ദൂരെ നിന്ന് നോക്കിയാൽ ഓർത്തഡോക്സുകാരാണ്, ക്രിസ്ത്യാനികളാണ് എന്ന് തോന്നിയില്ലെങ്കിൽ ഓർത്തഡോക്സുകാരാണ് എന്ന് തോന്നാൻ ഇതിനേക്കാൾ നല്ല പരിപാടിയില്ല. ദൂരെ നിന്ന് കാണാവുന്ന ഒരു സാധനമാണ് ഈ മുതലവായൻ തൊപ്പി എന്നതും കൂടെ ഈ സമയത്ത് എളിമയോടെ ഞാൻ ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. പിന്നെ അങ്ങോട്ട് പോകുന്നത് അതും കൂടി ഞാൻ നിർത്താൻ പോകേണ്ട, കാരണം എല്ലാം അവതരിപ്പിച്ചാൽ നിങ്ങൾക്ക് നാളെ വരെ ഇവിടെ ഇരിക്കേണ്ടി വരും. അത് വേണ്ട. പിന്നെ പറയുന്നത് പച്ചക്കല്ല് പതിപ്പിച്ച സ്വർണ്ണ മോതിരം. ഈ സ്വർണത്തിൽ ചുവന്ന കല്ല് പതിപ്പിച്ചാലൊക്കത്തില്ല, മഞ്ഞയൊക്കത്തില്ല, നീലയൊക്കത്തില്ല. പച്ചക്കല്ല് പതിപ്പിച്ച അത് മാർത്തോമ 6 ഉപയോഗിച്ചിരുന്ന മോതിരമാണ്. അതും ഈ ഹാൻഡ് മീ ഡൗൺ ആണ്. കാരണം സഭയ്ക്ക് ഒരു പുതിയ മോതിരം ഇദ്ദേഹത്തിന് വാങ്ങിച്ചു കൊടുക്കാനുള്ള കൽപ്പില്ലാത്തത് കൊണ്ട് ഇങ്ങനെ മാർത്തോമ 6 ഇങ്ങനെ ഒഴുകി വന്ന അത് മലങ്കര സഭയുടെ പൈതൃക സ്വത്താണെന്നാണ് അച്ഛൻ തട്ടിവിടുന്നത്. ഒരു സഭയുടെ സ്വത്ത് എന്താണ്? മോതിരമാണ്. പച്ച കല്ല് പതിപ്പിച്ച മോതിരമാണ് ഒരു സഭയുടെ പൈതൃകം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് ചിന്തിക്കുന്ന ആർക്കെങ്കിലും ഇത് രഹസ്യമായിട്ട് അങ്ങനെ സങ്കല്പം കൊണ്ട് നടന്നാലും പരസ്യമായിട്ട് ഇങ്ങനെയുള്ള പൊട്ടത്തരങ്ങൾ പറയുന്നത് ശരിയാണോ? നിങ്ങൾ ആലോചിച്ചാൽ മതി. അപ്പം ഇന്ന് മാത്രമല്ല, അദ്ദേഹം ആവേശഭരിതനായിട്ട് പറഞ്ഞത് മലങ്കര സഭയുടെ കയ്യിൽ ഒറ്റ മോതിരമുള്ള നിങ്ങൾ വിചാരിക്കരുത്. വിലയേറിയ അനേക കല്ലുകൾ പതിപ്പിച്ച സ്വർണ്ണ മോതിരങ്ങൾ അനേകം സഭയുടെ കയ്യിലുണ്ട്. അപ്പം അത് സഭയുടെ അംഗങ്ങളുടെ ഏതെങ്കിലും വിതറും ഒന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഇങ്ങനെ പോകുന്നു ഇദ്ദേഹത്തെ ധരിപ്പിക്കുന്ന വിധങ്ങൾ. ഇത് സംബന്ധമായ 2-3 ചിന്തകൾ മാത്രം പങ്കിട്ടുകൊണ്ട് ഞാൻ ഉപസംഹരിക്കാൻ പോവുകയാണ്. അത് ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഒരു പുസ്തകമുണ്ട്. അതിൻ്റെ പേര് വേദപുസ്തകം എന്നാണ്. ഈ വേദപുസ്തകത്തിൽ പുതിയ നിയമം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ ഈ അച്ഛൻ ദീർഘമായി അവതരിപ്പിച്ചല്ലോ, അതിൽ നടത്തിയ പരാമർശങ്ങൾ മുഴുവനും പഴയ നിയമത്തിൽ നിന്നാണ്. അദ്ദേഹം വേദപുസ്തകത്തെ പരാമർശിച്ചിട്ടുണ്ടോ? അത് മുഴുവനും പഴയ നിയമത്തിൽ നിന്ന് മാത്രമാണ്. എന്നാൽ പുതിയ നിയമം എന്നൊരു ഭാഗം കൂടെ വേദപുസ്തകത്തിലുണ്ട് എന്ന് ഈ അച്ഛനോടോ ഈ അച്ഛൻ പ്രതികരിക്കുന്ന ഈ വൃന്ദങ്ങളോടോ ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണം. അതിനകത്ത് സുവിശേഷങ്ങൾ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അതിൽ മത്തായിയുടെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ യേശു പറയുന്ന ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. അതെന്താണ്? എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ട് നിങ്ങൾ ചിന്തിക്കരുത്, അതിനൊട്ടും പ്രാധാന്യം കൊടുക്കരുത് എന്നാണ് യേശു പറയുന്നത്. അല്ലെന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? നിങ്ങൾ എന്ത് ധരിക്കും എന്നത് വളരെ അപ്രസക്തമാണ്, അതിന് യാതൊരു വിലയുമില്ല. നിങ്ങൾ ഈ ഹൂറീസും കല്ല് പിടിപ്പിച്ച സ്വർണ്ണ മോതിരവും മുതലവായും തൊപ്പിയും ഇട്ടുകൊണ്ട് നടക്കുന്നതും നിങ്ങൾ കോണകമെടുത്ത് നടക്കുന്നതും തുല്യമാണ് ആത്മീയമായി നോക്കുമ്പോൾ. കാരണം യേശു വ്യക്തമായി പറയുന്നത് നിങ്ങളുടെ ശരീരത്തിൻ്റെ ബാഹ്യമായി എന്തെങ്കിലും ഉണ്ട് എന്നുള്ളതിലല്ല നിങ്ങൾ അഭിമാനിക്കുന്നത്, നിങ്ങളുടെ ഉള്ളിൽ എന്താണ്, അതായത് സനാതനമായ നിധി എന്താണ് നിങ്ങളുടെ ഉള്ളിലുള്ളതാണ്. അതും 6-ാം അധ്യായത്തിൽ തന്നെയാണ്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം നിങ്ങളൊന്ന് വായിക്കണം. അവിടെ പറയുന്നത് പുഴുവും തുരുമ്പും കെടുക്കുന്നതും കള്ളൻ തുരന്ന് മോഷ്ടിക്കുന്നതുമായ സ്വത്താണ് ശരീരത്തിന് ബാഹ്യമായിട്ടുള്ളത്. അതിനാണ് മാർത്തോമ പൈതൃകം എന്ന് പറയുന്നത്. അത് മാത്രമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അല്പം വിവേകമുള്ളവർക്ക് പറയാൻ കൊള്ളുന്ന കാര്യമല്ല, സുവിശേഷത്തോട് മലബന്ധമുള്ള ആളുകൾക്ക് പറയാൻ കൊള്ളുന്ന കാര്യമല്ലത്. ഈ കാണിക്കുന്ന കോമാളിത്തരത്തിലാണ് ദൈവനാമ മഹത്വീകരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മമെന്ന് പറയണമെങ്കിൽ ഈ അച്ഛന് കാര്യമായ ഏതോ സോക്കേടുണ്ട്. അത് കേട്ട് ഗീജ വിളിക്കുന്ന ആളുകളുടെ അവസ്ഥ എന്താണെന്ന് ദൈവം അറിയുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ശരീരത്തിലിടുന്ന കാര്യങ്ങൾക്ക് സുപ്രധാനമായ അർത്ഥം കൽപ്പിച്ചാൽ, അതിലാണ് ദൈവനാമം മഹത്വപ്പെടുന്നു എന്ന് കൽപ്പിച്ചാൽ, പിന്നെ ബാക്കിയൊന്നും ആവശ്യമില്ല എന്ന മാരകമായ തെറ്റിദ്ധാരണയെ ജനിപ്പിക്കാൻ ഇത് മാത്രം മതി. നമ്മുടെ ഉള്ളിൽ എന്താണ് ഒരു വ്യക്തിയുടെ സ്വഭാവം, അദ്ദേഹത്തിൻ്റെ ചിന്തയുടെ മേന്മ, അദ്ദേഹത്തിൻ്റെ ആത്മീയമായ വ്യക്തിത്വം, ഉള്ളിലെ ധനം, ഇതൊന്നും പ്രസക്തമല്ല. കസേരയിൽ കയറി ഇരിക്കണമെങ്കിൽ ഈ നാടകവേഷം
ധരിച്ചാൽ മതി എന്ന ഒരു പ്രതീതി പരമ്പരാഗതമായി ഉണ്ടാക്കിയതിൻ്റെ ഈ പിന്തുടർച്ചയാണ് ഈ നാടകം. ഇത് വളരെ ദൗർഭാഗ്യകരമാണ്. മനുഷ്യൻ്റെ ആത്മാവിൻ്റെ ദാഹത്തെ ഇതിലധികം പുച്ഛിക്കാൻ മറ്റൊരു കാര്യവും നിങ്ങൾ നോക്കേണ്ട. ഇതാണ് നമുക്ക് സംഭവിച്ച അധഃപതനത്തിൻ്റെ മൂല കാരണം എന്ന് ദയവായി മനസ്സിലാക്കുക. പിന്നെ യേശു പറഞ്ഞു, നിങ്ങൾ മതത്തിൻ്റെ മേഖലയിൽ വരുമ്പോൾ പരസ്യമായിട്ടൊന്നും ചെയ്യരുത്. ആത്മീകമായ അർത്ഥമുള്ള ഒന്നും നിങ്ങൾ പരസ്യമായി അവതരിപ്പിക്കരുത്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ പറ്റിയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്താലും അതിന് ആത്മീകമായ അർത്ഥമുണ്ടെങ്കിൽ അത് രഹസ്യമായി ചെയ്യുവീൻ. അത് വസ്ത്രമാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു സംസ്കാരത്തിൽ, ഭ്രാന്ത് പിടിക്കാത്ത ഏതെങ്കിലും സംസ്കാരത്തിൽ വേഷഭൂഷാദികൾ അണിയണമെങ്കിൽ സ്റ്റേജ് വേണമെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. നിങ്ങൾ നിങ്ങളുടെ വസ്ത്രം ധരിക്കുന്നത് എല്ലാവരെയും അയൽക്കാരെ വിളിച്ചിരുത്തി അവിടെ മുമ്പ് വെച്ചാണോ, അതോ രഹസ്യമായിട്ടാണോ? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ പരിപാടി നടത്തുന്നതിൽ ആർക്കാണ് ആത്മീയമായ ഗുണമുണ്ട്? ആർക്കാണ് ആത്മീയമായ വളർച്ചയുണ്ട്? ആർക്കാണ് ഇതുകൊണ്ട് പ്രയോജനമുണ്ട്? അപ്പോൾ യേശു എന്ത് ചെയ്യരുത് എന്ന് പറഞ്ഞു, അതിനെല്ലാം 100% ഖണ്ഡിച്ചുകൊണ്ടാണ് ഈ നാടകം അരങ്ങേറുന്നത്. ഇതിന് മാത്രമാണ് ആത്മീയമായ മതപരമായ പ്രാധാന്യം കൽപ്പിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ നമ്മുടെ അധഃപതനം എത്ര ഭീകരമാണ് എന്ന് തിരിച്ചറിയുവാൻ ദയവായി ശ്രമിക്കണമേ എന്ന് അപേക്ഷിക്കുക മാത്രമാണ് എൻ്റെ ലക്ഷ്യം. പിന്നെ ഇനി രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, ലൂക്കോസിൻ്റെ സുവിശേഷം എന്ന് പറഞ്ഞ ഒരു പുസ്തകമുണ്ട്. അതിനകത്ത് 10-ാം അധ്യായത്തിൽ നല്ല ശമരിയക്കാരൻ്റെ ഉപമയുണ്ട്. അവിടെ ഒരു മനുഷ്യൻ മുറിവേറ്റ് കിടക്കുന്നു. അതിലെ ഒരു പുരോഹിതൻ വന്നു, അവൻ മുഖം തിരിഞ്ഞ് നടന്നുപോയി. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, എന്തുകൊണ്ടാണ് പുരോഹിതൻ മുഖം തിരിഞ്ഞ് നടന്നു പോയത്? ആരും നിങ്ങളോട് ഇന്നുവരെ പറയാത്ത രഹസ്യം ഞാൻ പറഞ്ഞു തരാം. അത് മറ്റൊന്നുമല്ല, പുരോഹിതൻ്റെ വസ്ത്രം കൊണ്ടാണ്. പുരോഹിതൻ്റെ വസ്ത്രം കൊണ്ടാണ് അവിടെ മുറിവേറ്റ് കിടന്ന ഒരുത്തനെ സഹായം ചെയ്യാതെ അവിടെ തടി തപ്പിയത്. കാരണം എന്താണെന്നറിയാമോ? പുരോഹിതന്മാരുടെ വസ്ത്രം അത് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്, ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത് ശരീരം കൊണ്ട് ഒരിക്കലും അധ്വാനിക്കാൻ ഇടയാകരുത് എന്ന വിധത്തിൽ തന്നെയാണ്. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിശ്ചയിക്കപ്പെട്ടപ്പോൾ അന്ന് നിലവിലിരുന്ന ചിന്താഗതി ഇന്നും ഏതാണ്ടൊക്കെ അങ്ങനെ തന്നെയാണ്. ശരീരം കൊണ്ട് അധ്വാനിക്കുന്നവൻ നീചനാണ്. മഹാന്മാരാണ് ശരീരം കൊണ്ട് യാതൊരു ശുശ്രൂഷയും ചെയ്യാതെ മറ്റുള്ളവർ എൻ്റെ വെഴുപ്പ് ഭാണ്ഡം ചുമക്കണം, എൻ്റെ കാല് കഴുകണം, എൻ്റെ പുറഞ്ചെറിയണം എന്ന് പറയുന്നവരാണ് മാന്യന്മാർ എന്നാണ് എക്കാലത്തും. ഭൗതികമായ കാഴ്ചപ്പാട് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് യേശു വ്യക്തമായി പറഞ്ഞത്, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷ ചെയ്യുവാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലേക്ക് കൊടുക്കാനാണ്. അപ്പം അതുകൊണ്ടാണ് യേശു അപ്രകാരം തന്നെ വസ്ത്രം ധരിച്ചത്. നിങ്ങൾ ഈ മഹാൻ കാണിക്കുന്ന വേഷഭൂഷാദി നാടകവും യേശുവിൻ്റെ വസ്ത്രധാരണവും തമ്മിൽ ഒന്ന് താരതമ്യപ്പെടുത്തി പരിഗണിച്ചു നോക്കും. നിങ്ങൾ ചിരിച്ച് നിങ്ങളുടെ ബോധം കെട്ടുപോകും. യേശുവിനെ ഇപ്രകാരം അവൻ്റെ സ്നാനത്തിന് ശേഷം ഒരു 10,000 പേര് കൂടി ചേർന്ന് ഈ മുതലവായ തൊപ്പിയും കല്ല് പിടിച്ച മോതിരവും മാതാവിൻ്റെ പടമുള്ള 2 മാലകളും പിന്നെ ഔഗേനും കൂഗേനും ഒക്കെ ഇട്ട തുണിയും കിണിയും ഒക്കെ അണിയിപ്പിച്ചാൽ അയ്യോ അന്ന് തീരും. പിന്നെ ഒരു പരിപാടി നടക്കത്തില്ല. യേശുവിനെ പറ്റി നാം എന്താണ് വായിക്കുന്നത്? അവൻ ഓടി നടന്ന് നന്മ ചെയ്തു. നിങ്ങൾ ഈ പരിശുദ്ധ ബാവ തിരുമേനിയെ ഒന്ന് ആലോചിച്ചു. ഇതൊക്കെ അദ്ദേഹം ഇട്ടുകൊണ്ട് അദ്ദേഹത്തിന് ഓടുന്നത് പോട്ടെ, 2 ചുവട് നടക്കാനൊക്കെ. ഇതൊക്കെ ഇട്ട് ഈ ഇങ്ങനെയുള്ള വസ്ത്രങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഇരിക്കുക, ആസനസ്ഥനാകുക, ആസനം കൊണ്ട് മുട്ടിക്കുക. അത് സിംഹം പോലെ. അപ്പോൾ ഇങ്ങനെയുള്ള പരിപാടി കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ആസനം സിംഹത്തിൻ്റെ ആസനം പോലെയാകും. അത് മുട്ടിയാൽ അതിലാണ്ട് മുട്ടലാണ് എന്ന് പറയുന്ന പൊട്ടത്തരത്തിൻ്റെ അവകാശികളാണെന്നാണ്. കാരണം ഇങ്ങനെ വസ്ത്രം ഇടുന്നവൻ ഇരിക്കാനേ അവനെ കൊണ്ടൊക്കൂ, അവനെ കൊണ്ട് ഒരു ചോട് നടക്കാനൊക്കത്തില്ല. അതുകൊണ്ടാണ് ആ ഉപമയിൽ യേശു ഒരു പുരോഹിതനെ കൂടെ ഉൾപ്പെടുത്തിയിട്ട് ഒരു മനുഷ്യൻ്റെ ജീവിത അവസ്ഥയുടെ ആവശ്യങ്ങൾ കണ്ട് മുഖം തിരിച്ച് നടന്നു പോകാൻ മാത്രമേ ഈ പുരോഹിതന്മാർക്ക് കഴിയുള്ളൂ. കാരണം അവരുടെ വസ്ത്രത്തിൽ രക്തം പുരണ്ടാൽ പിന്നെ പ്രശ്നമാണ്. ഇപ്പോൾ എന്നെപ്പോലൊരു വ്യക്തിക്ക് എൻ്റെ വസ്ത്രത്തിൽ അഴുക്ക് പുരണ്ടു അല്ല രക്തം പുരണ്ടു, അത് പ്രശ്നമല്ല. കാരണം ലളിതമായ വസ്ത്രം ധരിക്കുന്നവന്
സഹജീവികളുടെ ജീവിത അവസ്ഥകളോട് പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകും. അപ്പോൾ ഇദ്ദേഹം ഇടുന്നത് പോലെ ഒരു 20 ലക്ഷം രൂപ വില വരുന്ന തുണിത്തര നിങ്ങൾ ഇട്ടുകൊണ്ട് അവിടെ ഒരുത്തൻ വഴിയിൽ ചാകാൻ കിടക്കുന്നു, അവനൊരു തുള്ളി വെള്ളം കൊടുക്കാൻ പറഞ്ഞാൽ പോടാന്ന് പറയും. അത് നടക്കത്തില്ല. ഇത് എൻ്റെ മനസ്സിൽ ആദ്യമായി കൊണ്ടത് തോൾസ്റ്റൈൻ വെബ്ലൻ VBLEN എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ, അദ്ദേഹം ഒരു ഇക്കോണമിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ വളരെ രസകരമായ ഒരു പുസ്തകമുണ്ട്, തിയറി ഓഫ് എ ലെഷർ ക്ലാസ് എന്നാണ്. തിയറി ഓഫ് എ ലെഷർ ക്ലാസ്. അതിനകത്ത് ഇത് പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് പുരോഹിതന്മാരുടെ വസ്ത്രം ഇങ്ങനെ ഡിസൈൻ ചെയ്യുന്നത്. അദ്ദേഹം പറയുന്ന കാര്യം വളരെ അത് ചരിത്രപരമാണ്, ഹിസ്റ്റോറിക്കൽ ട്രൂത്താണ്. അതെന്താണ്? എല്ലാ യുഗങ്ങളിലും എല്ലാ സമൂഹങ്ങളിലും പുരോഹിതന്മാരെ പ്രഭുക്കന്മാരുടെ ഇടയിലാണ് ഒരു രണ്ടാന്തര പ്രഭുവായിട്ടാണ് കണ്ടിരുന്നത്. അതുകൊണ്ട് അവർ ശരീരം കൊണ്ട് അധ്വാനിക്കുന്ന നാണക്കേടാണ്. അങ്ങനെ ശരീരം കൊണ്ട് അധ്വാനിക്കാതെ ആവശ്യം എനിക്കില്ല എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടേണ്ട വിധത്തിലുള്ള വസ്ത്രമാണ് അവർ ധരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ വസ്ത്രത്തിന് ഇത്ര പ്രാധാന്യം കൽപ്പിക്കുന്നത്. ദയവായി മനസ്സിലാക്കുക. അല്ല, അതിനകത്ത് ആത്മീയമായ ഒരു തരിയുടെ ഒരു അർത്ഥമില്ല. ഇത് വെറും ആത്മീയമായ തരികിടയാണ്. തരിയില്ല, തരികിടയാണ്. പക്ഷെ അതിന് കൊടുക്കുന്ന പ്രാധാന്യം കണ്ടാൽ എങ്ങനെ സഹിക്കും എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ പുരോഹിതന്മാർക്ക് ഇത് മാത്രമേ അറിയത്തുള്ളൂ. അവരുടെ മാഹാത്മ്യം ഇത് മാത്രമാണ്. ശരീരത്തിനകത്തോ തലയ്ക്കകത്തോ ഒന്നുമില്ല എങ്കിൽ പിന്നെ ഇത് വാരിക്കൂട്ടി വലിയ വലിയ ചെലവുള്ള ആഡംബര വസ്ത്രങ്ങളുടെ കച്ചിത്തുറുവായി തങ്ങളെ തന്നെ പൊതുജനത്തിൻ്റെ മധ്യത്തിൽ അവതരിപ്പിച്ച് തങ്ങൾക്കാണ്ട് വലിയ ആത്മീയമായ പൈതൃകം കിട്ടിയിട്ടുണ്ടാവും, അധികാരം കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്ന ഈ പൊള്ളത്തരമാണ് നമ്മൾ ചുമന്നുകൊണ്ട് നടക്കുന്നതെന്ന് ദയവായി മനസ്സിലാക്കുക. നിങ്ങൾ അല്പനേരം ചിന്തിച്ചു നോക്കൂ. ശരീരം കൊണ്ട് ഒരിക്കൽ പോലും അധ്വാനിക്കാതെ, ശരീരത്തിൽ വിയർപ്പ് പൊട്ടാതെ വലിയ ആഡംബരത്തിൽ ജീവിക്കുന്നവനെ നാം പാരസൈറ്റ് എന്നല്ലേ പറയേണ്ടത്, അല്ലെങ്കിൽ കൗണ്ട് ലിയോ ടോൾസ്റ്റോയുടെ ഭാഷയിൽ പറഞ്ഞാൽ കള്ളൻ എന്നല്ലേ പറയേണ്ടത്. അദ്ദേഹം പറഞ്ഞത് അധ്വാനിക്കാതെ മറ്റുള്ളവരുടെ അധ്വാനത്തിൻ്റെ വിയർപ്പ് സ്വന്തം ജീവിതത്തിൻ്റെ സന്ധിപ്പിന് ഉപയോഗിക്കുന്നവൻ കള്ളനാണ് എന്നാണ് ടോൾസ്റ്റോയ് പറഞ്ഞത്. എനിവൺ ഹു ഈറ്റ്സ് ദ ബ്രെഡ് ഓഫ് ഐഡിൽനെസ് ഈസ് എ തീഫ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതിനോട് ഞാൻ യോജിക്കുന്നു. കർത്താവ് യേശുക്രിസ്തുവിന് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു, കിടക്കാൻ പോലും ഒഴിവില്ലായിരുന്നു. ഒരു കാര്യം എന്താണ്? അവൻ്റെ വ്യക്തിത്വം അത്രമാത്രം അത്ഭുതകരമായിരുന്നു എന്നതുകൊണ്ടാണ്. പക്ഷെ വ്യക്തിത്വം പൊള്ളയായ ബിംബങ്ങൾക്ക് ഇങ്ങനെയുള്ള നാടകം വളരെ ആവശ്യമാണ്. മൂന്നാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, എനിക്ക് വാസ്തവത്തിൽ ഇദ്ദേഹം ഇങ്ങനെയൊക്കെ ഇട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ എനിക്ക് അദ്ദേഹത്തെ പറ്റി ഒരു സഹതാപമായുണ്ടായിരുന്നു. ഞാൻ ഇപ്പം അല്പം കണ്ണടച്ച് ധ്യാനിച്ചപ്പോൾ ഇദ്ദേഹം ഈ വസ്ത്രമൊക്കെ ഇട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുറിയിലിരിക്കാമെന്ന് വിചാരിച്ചു. അദ്ദേഹത്തിൻ്റെ മുറിയിലിരിക്കുകയാണ്. നോക്കിയപ്പോൾ അവിടെ ഒരു ചെറിയൊരു പാമ്പ് അഴിഞ്ഞു വരും. ഇദ്ദേഹം എന്തു ചെയ്യും? പാമ്പ് കടിച്ചത് തന്നെ. കാരണം അനങ്ങാനൊക്കത്തില്ല. നിങ്ങൾക്കോ ഞാൻ വയസ്സനാണ്, എന്നാലും എനിക്ക് വല്ല വിധത്തിൽ ഓടി രക്ഷപ്പെടാൻ നോക്കും. കാരണം ഞാൻ അങ്ങനെയുള്ള വസ്ത്രമാണ് ഇടുന്നത്. ഇദ്ദേഹം ഇടുന്ന വസ്ത്രം പോലെയുള്ള വസ്ത്രം ഞാൻ ഇട്ടിരുന്നെങ്കിൽ എനിക്കും പാമ്പ് കടി കൊണ്ടത് തന്നെ. ഒരു കാല് ചവിട്ടാനൊക്കത്തില്ല. ആരെങ്കിലും എന്നെ കൊണ്ട് ചുമന്നുകൊണ്ട് പോയെങ്കിൽ അപ്പം ഞാൻ അവിടെ സിംഹാസന രൂഢനായി അവിടെ ഇരുന്നുകൊണ്ട് അയ്യോ രക്ഷിക്കണേ കത്തനാരെ ഓടി വരണേ, കമ്മിറ്റി അംഗങ്ങളെ ഓടി വരണേ എന്ന് കരയുകയല്ലാതെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി ഒരു കാല് മുമ്പോട്ട് വെക്കാൻ ഇദ്ദേഹത്തിന് സാധ്യമല്ല. അദ്ദേഹമാണ് എല്ലാവരെയും രക്ഷിച്ച് സ്വർഗത്തിലോട്ട് കൊണ്ടുപോകുന്നത്. ഈ കോമാളിത്തരം മനസ്സിലാക്കാൻ മനുഷ്യർക്ക് എന്താണ് കഴിയാത്തതെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ്. പിന്നെ അധികം പറയാനുണ്ട്, പോട്ടെ, ഞാൻ അധികം ദീർഘിപ്പിക്കാം. നിങ്ങൾ ദയവായി ചിന്തിക്കണം. എനിക്ക് ആരോടും ഒരു വിധത്തിലുള്ള താല്പര്യക്കുറവോ ബഹുമാനക്കുറവോ ഇല്ല. പക്ഷേ മനുഷ്യൻ ചിന്തിക്കണം. അതിനുവേണ്ടി മനുഷ്യനെ പ്രേരിപ്പിക്കുക എൻ്റെ കടമയാണ്. ഇങ്ങനെയുള്ള കോമാളിത്തരങ്ങൾ പരസ്യമായി അവതരിപ്പിക്കുമ്പോൾ, അതിൽ അഭിമാനം കാണുമ്പോൾ, സാധാരണ മനുഷ്യരുടെ കടമ ആൻഡേഴ്സന്റെ കഥയില്ലേ, രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറഞ്ഞില്ലേ, ആ സത്യസന്ധത മാത്രം പാലിക്കും. മനസ്സ് അടിമത്വത്തിൻ്റെ ആ കൂരിൽ താഴ്വരയിൽ കൊണ്ട് തറച്ചു വെക്കാതെ അതിലല്പം വെളിച്ചം പ്രവേശിക്കട്ടെ. അങ്ങനെയാണല്ലോ ലോക ചരിത്രം ആരംഭിക്കുന്നത്. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. ഞാനത് മാത്രമാണ് പറയുന്നത്. വെളിച്ചമുണ്ടാകട്ടെ, നമ്മുടെ ഉള്ളിലേക്ക് വെളിച്ചം പ്രവേശിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എനിക്ക് ഇപ്പം ഇദ്ദേഹമല്ല, ഒരു 100 പേര് ഇത്രയും വലിയ വസ്ത്രം ഇട്ടുകൊണ്ട് വന്നാൽ എനിക്കൊരു പ്രശ്നമില്ല. കാരണം എൻ്റെ പൈസ കൊണ്ടല്ല നടക്കുന്നത്.
ഇതിനുവേണ്ടി എൻ്റെ വസ്തു എഴുതി കൊടുക്കേണ്ട കാര്യമില്ല. ഇപ്പം അത് വ്യക്തിപരമായി എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. പക്ഷേ ഇങ്ങനെയുള്ള പരിപാടികൾ കൊണ്ട് മനുഷ്യനെ അന്ധവിശ്വാസത്തിലും തികച്ചും മൃഗീയമായ ധാരണകളിലും കെട്ടിയിടുമ്പോൾ ഒരു സമൂഹത്തിനാകമാനമായി വരുന്ന അധപ്പതനം കണ്ടിട്ട് കണ്ടില്ല എന്ന് നടിച്ച് മുഖം തിരിഞ്ഞ് നടന്നു പോകുവാൻ, ഉപമയിൽ കണ്ട പുരോഹിതനെ പോലെ മുഖം തിരിഞ്ഞ് നടന്നു പോകാൻ വയ്യാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പ്രതികരിക്കുന്നത്. ഇനിയും എന്തുകൊണ്ടാണ് ഞാൻ ഈ വ്യായാമത്തിന് ഉപയോഗിക്കുന്ന വസ്ത്രം ഈ വീഡിയോ ചെയ്യാൻ ഉപയോഗിച്ചതെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ നിങ്ങളോടും ചോദിക്കട്ടെ, ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാനായി നിങ്ങളുടെ മുമ്പിലിരിക്കും. ഇദ്ദേഹം ധരിച്ച പോലെ ഈ വലിയ മുതലവായും തൊപ്പിയും വലിയ മോതിരവും ഈ കച്ചിത്തുറു പോലെയുള്ള ഈ കഥകളി നാളുന്ന വേഷം ഇട്ടുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലിരുന്ന് ബബ്ബ പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് വല്ല ഗുണമുണ്ട്? ഞാനിത് വസ്ത്രമാണോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നത്? എൻ്റെ ആശയങ്ങളാണ്. എനിക്ക് നിങ്ങളോട് പറയാനൊന്നുമില്ല. എനിക്ക് വലിയ ഒരു 20 ലക്ഷം 30 ലക്ഷം വില വരുന്ന ഒരു മേലങ്കിയുണ്ട്, ഏതാ കണ്ടോ എന്നും പറഞ്ഞ് നിങ്ങളുടെ മുമ്പ് വരുന്നത് നിങ്ങൾക്ക് എന്താണ് പ്രയോജനം? അങ്ങനെ ഒരു മനുഷ്യൻ ഒരു അങ്കി ഇട്ടുകൊണ്ട് നടന്നാൽ ഒരു സഭയ്ക്ക് എന്താണ് പ്രയോജനം? ഒരു സമൂഹത്തിന് എന്താണ് പ്രയോജനം? ഈ വസ്ത്രവും ആത്മീയതയും തമ്മിലുള്ള ബന്ധം എന്താണ്? ദയവായി ചിന്തിക്കണം. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ദാവീദ് രാജാവ് പറയുന്നൊരു കാര്യം 59 സങ്കീർത്തനത്തിലുള്ളത് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് സൂചിപ്പിക്കാൻ നിർത്താൻ പോവുകയാണ്. വസ്ത്രങ്ങളെ അല്ല, ഹൃദയങ്ങളെ തന്നെ കഴുകി ദൈവത്തെ ആരാധിപ്പീൻ. വസ്ത്രങ്ങളെ അല്ല, ഹൃദയങ്ങളെ തന്നെ കഴുകി. അന്തരീന്ദ്രിയങ്ങളുടെ ശുദ്ധിയല്ലോ നീ ഇച്ഛിക്കുന്നത്. ആ ഒരു കാഴ്ചപ്പാടിലേക്ക് ദയവായി ജനം വളരണം എന്ന ഏക പ്രാർത്ഥനയിലും പ്രതീക്ഷയിലുമാണ് ഈ വീഡിയോയുടെ ഉള്ളടക്കം വിഭാവന ചെയ്തിട്ടുള്ളത്. അതേ ആത്മാവിൽ നിങ്ങളിത് സ്വീകരിക്കും, പരിഗണിക്കും എന്ന പ്രത്യാശ എനിക്കുണ്ട്. അതുകൊണ്ട് അതിനുവേണ്ടി ഏവരോടും എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കും.